ഈ കുടുംബത്തിലും കണ്ണാടിക്കലെന്ന ഗ്രാമത്തിലും സങ്കടം അണപൊട്ടി നിൽക്കുകയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ മാത്രം മതിയാകില്ല എന്നതാണ്. കാരണം കുടുംബമായാലും കേരളക്കര ഒന്നടങ്കമാണെങ്കിലും അർജുനെ ഈ വിധത്തിൽ കണ്ടെത്തുന്നതിനല്ല കാത്തിരുന്നത് എന്നതാണ്. ഇത്രയും നാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നതാണ്. 70 ദിവസത്തിന് ശേഷമാണ് അർജുന എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭ്യമാകുന്നത് തന്നെയും. ഇങ്ങനെയല്ല അർജുനെ തിരിച്ച് നാട് പ്രതീക്ഷിച്ചിരുന്നത്, കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് എന്ന് തന്നെയാണ്. വിവരം അറിയുന്ന സമയത്ത് തന്നെ അർജുൻ്റെ അടുത്ത ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരിയൊക്കെ തന്നെ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ്. ഒപ്പം കൂടുതൽ ആളുകൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, കഴിയതും വിധത്തിൽ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരായാലും അർജുൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ തന്നെയാണെങ്കിലും എത്തുകയാണ്. ഈ 72 ദിവസം കാത്തുനിന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഈ 2 ദിവസത്തെ നിയമപരമായി DNA ടെസ്റ്റൊക്കെ നടത്തി പൂർത്തിയാക്കുന്നതിനുള്ളൊരു കാത്തിരിപ്പ് എന്നതും വളരെ സുദീർഘമാണ് കുടുംബത്തെ സംബന്ധിച്ച് എന്നത് തന്നെയാണ്. വ്യക്തിപരമായി കുടുംബത്തിലെ ഓരോരുത്തരെയും അകത്തുപോയി കണ്ടിരുന്നു. അവരെന്തായാലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നാട് കഴിയുന്ന വിധത്തിൽ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം ഇതിനകം തന്നെ നടത്തിയതാണ്. അർജുൻ്റെ ഭാര്യയായ കൃഷ്ണപ്രിയയ്ക്ക് വെങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം MLA തോട്ടത്തിൽ രവീന്ദ്രനായാലും KC വേണുഗോപാൽ MP ആണെങ്കിലും ഇന്നലെ രാത്രിയും ഇന്നലെ വൈകിട്ടൊക്കെയുമായി കുടുംബത്തിലെത്തി കഴിവതും വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാക്കുമെന്ന് പറഞ്ഞു. അർജുൻ്റെ മൃതദേഹം കാർവാരിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചിലവ് വഹിക്കാമെന്ന് കർണാടക സർക്കാരും ഇതിനകം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബാക്കി സംസ്കാര നടത്തുന്നതിനുള്ള പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുടെ ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കും എന്ന് തന്നെയാണ്. നമ്മോടൊപ്പം രവിയേട്ടൻ ചേരുന്നുണ്ട്, അർജുൻ്റെ അയൽവാസി കൂടിയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെന്നാണ്, നമ്മൾ നേരത്തെയും സംസാരിച്ചതാണ്. ഇപ്പം കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ 2 ദിവസത്തെ കാത്തിരിപ്പ് കൂടി ഉണ്ടല്ലോ DNA പരിശോധനാ ഫലം പൂർത്തിയാക്കാൻ. നമ്മൾ ആദ്യം മുതലേ ഒരു പ്രതീക്ഷയോടെ കൂടിയായിരുന്നു കാത്തിരുന്നത്. പക്ഷെ അതിനൊരു അന്ത്യം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഒരിക്കലും മറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്കിപ്പം ഒരു ആശ്വാസമായിട്ടുള്ള പറയാൻ പറ്റുള്ളൂ. നമ്മളെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഒതുക്കിക്കൊണ്ട് നമുക്ക് അവൻ്റെ ബോഡി തന്നെ കിട്ടിയതിൽ നമുക്കൊരു വലിയ ആശ്വാസമാണ്. കാരണം ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ വേദന അവർക്ക് മാത്രമല്ല, ഇതേമാതിരി നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പോലും ഉണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്തതാണ്. എങ്കിൽ പോലും നമുക്ക് അവൻ്റെ ബോഡി കിട്ടിയതിൻ്റെ പേരിൽ നമുക്ക് വളരെ ആശ്വാസമാണ് നൽകുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അതർ സ്റ്റേറ്റിൽ, ഈ സ്റ്റേറ്റ് അല്ലാത്തൊരു സ്റ്റേറ്റിൽ പോയിട്ട് നമുക്ക് ഈ വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടി. അവിടുന്ന് വേണ്ട അധികാരികളെല്ലാം വേണ്ടതായ കാര്യങ്ങൾ നിർവഹിച്ചു. അവിടുത്തെ മിനിസ്ട്രിയും അവിടുത്തെ നാട്ടുകാരും നമ്മളുടെ മലയാളി സമൂഹം ഒന്നിച്ചും നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സർക്കാരും നമ്മളുടെ ഈ പ്രതിപക്ഷ നേതാക്കളും നമ്മളെ MPയും മറ്റുള്ളവരെല്ലാം ഇതിനു വേണ്ടിയിട്ട് വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട്. അത് സർക്കാരിന് പോലും അത് ആർക്കും അവഗണിക്കാൻ പറ്റാത്തതാണ്. എല്ലാ ആൾക്കാരും കൂട്ടായിട്ടൊരു പ്രവർത്തനം നടത്തിയെന്നുള്ളത് അത് നമ്മളെ മലയാളിയെ സംബന്ധിച്ചോളം അഭിമാനകരമായുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ഘട്ടം വന്ന സമയത്ത് നാടൊട്ടുക്ക് മറ്റൊന്ന് ജാതിഭേദ ചിന്തകൾക്കൊന്നും അതീതമായിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് വേണ്ട തന്നെയാണ്. നമ്മൾ ആദ്യമൊക്കെ വന്ന സമയത്ത് ഈ കാലാവസ്ഥ വില്ലനായി നിന്നു. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി അവിടെ ഷിരൂരിലേക്ക്. അപ്പോൾ കുടുംബം പറഞ്ഞത് തിരച്ചിൽ നടത്തണം. പിന്നെ ഇങ്ങനെ നീണ്ടുപോയ സമയത്ത് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു അന്ത്യക്രിയ ചെയ്യുന്നതിനെങ്കിലും എന്തെങ്കിലും കണ്ടെത്തണം എന്നല്ലേ? അതെ, നമുക്ക് അവരുടെ അവസാന അഭിലാഷമായുള്ള കാരണം അന്ത്യക്രിയ ചെയ്യുക എന്നുള്ളതാണ്. ആ അന്ത്യക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഇത് ലഭിക്കുകയോ എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകൾക്കും അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കും അനുസരിച്ചുള്ള ഓരോ പ്രവൃത്തികളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അന്ത്യക്രിയ ചെയ്യുന്നതിന് അവരുടെ ബോഡിയോ അല്ലെങ്കിൽ ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മറ്റും ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനുള്ളൊരു ആശ്വാസമായി എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. ദുഃഖം ഉണ്ടെങ്കിൽ പോലും നമുക്കത് ആശ്വസിക്കാനല്ലാതെ അല്ലെങ്കിൽ സമാധാനിക്കാനല്ലാതെ മറ്റുള്ളവർക്ക് യാതൊരു നിവൃത്തിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ശരിയാണ് രാഹുലെ, ആശ്വസിക്കാൻ ഒരു കാരണം അത് നേരത്തെ തന്നെ ഇതിങ്ങനെ തന്നെ സംഭവിക്കും എന്നതിനോട് കുടുംബം പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം അങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി അതിനോട് പൊരുത്തപ്പെടുക, അത് കടന്നു പോവുക, അതാണ് കുടുംബത്തിന് ഇനി ചെയ്യാനാവുക.